2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിന്റെ മുന്നൊരുക്കം ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. കടൽക്കിഴവന്മാരെ എല്ലാം തന്നെ ഇറക്കി വിടുകയാണ്. അധികാരത്തിന് വേണ്ടി എപ്പോഴും കടിച്ചു തൂങ്ങിക്കിടക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്കകത്താണ്. ഇതിനകത്താണ് സമൂലമായ മാറ്റം വരുത്തിക്കൊണ്ട് യുവനിരയെ രംഗത്തിറക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ആരും ഒരുപക്ഷെ ഞെട്ടിപ്പോകും. ഇവർക്ക് നിലമ്പൂരിൽ നിന്ന് കിട്ടിയ ഒരു ഊർജമുണ്ട്. അത് വർദ്ധിത വീര്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു യുവനിരയെ എടുക്കാൻ ഈ പാർട്ടി തന്നെ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് പല മണ്ഡലങ്ങളിലും, അതായത് ജയ ഉറപ്പുള്ള മണ്ഡലം, ജയിക്കാൻ സാധ്യതയുള്ള, അല്പം പോലും ജയസാധ്യതയില്ല, ഇങ്ങനെ പലതരത്തിൽ മൂന്നായിട്ട് തരം തിരിച്ചാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ജയസാധ്യതയുള്ള ഇടങ്ങളിലേക്ക് പ്രധാനപ്പെട്ട യുവനിരയിൽ നിന്നുള്ളവരെ തന്നെ അങ്ങോട്ടേക്ക് അവരെ തീർച്ചപ്പെടുത്തിക്കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ ജയസാധ്യതയുള്ളിടത്ത് കൂടുതലായിട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള യുവനിരയെ കൊണ്ടുവരാനും പാർട്ടി ശ്രമിക്കുകയാണ്. ഇവർക്ക് നിലമ്പൂരിൽ ഉണ്ടാക്കിയ ഒരു വലിയ ഊർജമാണ് ഇവരെ ഇത്തരത്തിൽ കാര്യങ്ങൾ മുൻകൂട്ടി തീർച്ചപ്പെടുത്താൻ അവർക്ക് സഹായകമായത്. കാരണം ഇത്തരത്തിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന, നിലമ്പൂരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ജനപിന്തുണ എന്ന് പറയുന്നത് കേരളം മുഴുവനായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ജനപിന്തുണയായിട്ടാണ് UDF കരുതുന്നത്. അതുകൊണ്ട് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ 2026 അധികാരത്തിൽ വരാമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നുണ്ട്. BJP അല്പം സ്പേസ് പിടിക്കുന്നുണ്ടെങ്കിലും അതിനെയും അതിജീവിച്ച് പോകാം എന്നുള്ള ഒരു പ്രതീക്ഷയാണ് കാണുന്നത്. ഒരു കാര്യം കോൺഗ്രസ്സുകാർ ഓർക്കണം, BJP നിലമ്പൂരിൽ എന്തുകൊണ്ട് പിന്നോട്ട് പോയി എന്ന് ചോദിച്ചാൽ അവിടെ BJPയുടെ സ്പേസ് അത്രയേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് പോകത്തില്ല. കഴിഞ്ഞ തവണ 8600 വോട്ടുകൾ നേടി. അതിനപ്പുറം ഏറിയാൽ ഇനി അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 15,000-ന് മുകളിലേക്ക് പോകില്ല. കാരണം ആ മണ്ഡലം ലീഗിന് അല്പം ആധിപത്യമുള്ള ഇടമാണ്. അതുകൊണ്ട് അവിടെ BJP പിന്നോട്ട് പോയി എന്ന് വിചാരിച്ച് കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിൽ അങ്ങനെ പിന്നാക്കം പോകുന്നതല്ല എന്നുകൂടി ഓർത്തിരുന്നാൽ നന്നായിരിക്കും. അങ്ങനെ ഇവിടെ നിന്ന് കിട്ടിയ ഒരു വലിയ ഉത്സാഹമാണിപ്പോൾ പാർട്ടി നേതാക്കന്മാരിലും ചെറിയ നേതാക്കന്മാരിലും അണികളിലുമുള്ളത്. അതുകൊണ്ട് തന്നെ അവരിത്തരത്തിൽ പതിവിന് വിപരീതമായിട്ട് ജയസാധ്യത ഉള്ള മണ്ഡലങ്ങൾ ഇങ്ങനെ ക്ലാസ് തിരിച്ച് മാറ്റിയിരിക്കുകയാണ്. സാധാരണ ഇത്തരത്തിൽ ഒരു വിഭജനം നടത്തി ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് BJP ആണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP എടുത്തത് കണ്ടതാണ്. A ക്ലാസ് മണ്ഡലം, B ക്ലാസ് മണ്ഡലം, C ക്ലാസ് മണ്ഡലം, ഇങ്ങനെ തിരിച്ചിരിക്കുകയാണ്. ഇപ്പോഴും അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലാണ് തിരിച്ചിരിക്കുന്നത്. ജയസാധ്യതയുള്ള ഇടം അല്പം ഒന്ന് ആഞ്ഞ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കയറി വരാവുന്ന മണ്ഡലം, ഇങ്ങനെ തിരിച്ചു പോയിരിക്കുകയാണ്. അത്തരത്തിൽ കോൺഗ്രസും മണ്ഡലങ്ങളെ വിഭജിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ചിലരെയൊക്കെ തന്നെ അപ്രഖ്യാപിതമായിട്ട് തീർച്ചപ്പെടുത്തി അവരോട് മണ്ഡലത്തിൽ പോയി പ്രവർത്തിക്കാൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്. തിരുവമ്പാടി മണ്ഡലത്തിൽ VS ജോയിക്ക്, നമുക്കറിയാം, നിലമ്പൂരിൽ അൻവർ മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിയാണ്. പക്ഷേ തിരുവമ്പാടിയിൽ VS ജോയിയെ കൊടുത്തിരിക്കുകയാണ്. പക്ഷേ അതിനകത്ത് ഒരു തീർച്ചപ്പെടുത്തൽ ഉണ്ടായിട്ടില്ല. കാരണം LDF-ൽ നിന്ന് ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലീഗ് മുമ്പോട്ട് വയ്ക്കുന്ന മണ്ഡലം തിരുവമ്പാടിയാണ്. കാരണം ലീഗിൻ്റെ മണ്ഡലമാണ്, ലീഗിന് അല്പം സ്വാധീനമുള്ള ഇടം കൂടിയാണ്. ഇത്തവണ 2021 അത് CPM-ന്റെ കൈവശമായിരുന്നു. പക്ഷേ അത് 2000-3000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ്. അത് തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. തൃശ്ശൂരിൽ BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യരെ ഇറക്കാനാണ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അത് വളരെ ബോധപൂർവം ചെയ്തിരിക്കുന്നതാണ്. കാരണം തൃശ്ശൂർ ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ കൈകളിലാണ്. സുരേഷ് ഗോപി നേടിയിരിക്കുന്ന വിജയം വരാൻ പോകുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും തൃശ്ശൂർ പിടിച്ചെടുക്കും എന്നുള്ള കണക്കുകൂട്ടലുണ്ട്. അത് കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവിടെ പിടിച്ചെടുക്കാം എന്ന്
BJP കരുതുന്നുണ്ട്. അതിനെ മറികടക്കുക എന്നുള്ള രീതിയിലാണ് സന്ദീപ് വാര്യരെ കൊണ്ട് തന്നെ അവിടെ ഇറക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. സന്ദീപ് വാര്യർ ചോദിച്ചു വാങ്ങിയിരിക്കുന്ന ഒരു മണ്ഡലമാണ്. തൃത്താലയിൽ VT ബലറാമിന്, തിരുവനന്തപുരം മണ്ഡലത്തിലെ ശബരിനാഥ് പിന്നെ G കാർത്തികേയൻ്റെ മകനാണ്. ഉപതെരഞ്ഞെടുപ്പിലൂടെ അരുവിക്കരയിൽ നിന്ന് വിജയിച്ചു വന്നു. പിന്നീട് 2016 വിജയിച്ചു. പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ CPM-ലെ സ്റ്റീഫനോട് പരാജയപ്പെടുകയും ചെയ്തു. മണ്ഡലത്തിലെ ശബരിനാഥിന് വേണ്ട തരത്തിലുള്ള അംഗീകാരം ലഭിച്ചിട്ടില്ല. പിന്നെ പലർക്കും അതൃപ്തി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ശബരിനാഥ് തിരുവനന്തപുരം ചോദിക്കുന്നുണ്ട്. പക്ഷേ ശബരിനാഥ് തിരുവനന്തപുരം ചോദിക്കുന്നുണ്ടെങ്കിലും UDF-ലെ ഘടകകക്ഷിയായ CMB തിരുവനന്തപുരം മണ്ഡലത്തിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. CMB-യിൽ നിന്ന് CP ജോൺ തന്നെ ആയിരിക്കും അവിടെ മത്സരിക്കുക. കാരണം മുമ്പ് ഈ തിരുവനന്തപുരം മണ്ഡലം വെസ്റ്റ് മണ്ഡലം എന്നാണ് അറിയപ്പെട്ടത്. പണ്ട് തിരുവനന്തപുരം വെസ്റ്റ്, നോർത്ത് ഇങ്ങനെ തിരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി തിരുവനന്തപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം എന്നിങ്ങനെ തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ ശബരിനാഥ് ആവശ്യപ്പെട്ടിരിക്കുന്നതല്ല, കോൺഗ്രസ് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷേ CMB അത് കൊടുക്കുന്നു. പണ്ട് MV രാഘവൻ ജയിച്ച മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ തിരുവമ്പാടിയിലും തിരുവനന്തപുരത്തും ഇത് VS ജോയിയെയും ശബരിനാഥിനെയും അത് ഉറപ്പായിട്ടില്ല. കൊയിലാണ്ടിയിൽ അഭിജിത്തിന് മത്സരിക്കും എന്നാണ് അറിയുന്നത്. ഉദുമയിൽ നിന്ന് പ്രദീപ് കുമാറും, കായംകുളത്ത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇളക്കി മറിച്ച കോൺഗ്രസിലെ അരിത ബാബുവിനെ ഇറക്കുമെന്നാണ് അറിയുന്നത്. അവിടെ പ്രതിഭാഹരിയാണ് സിറ്റിംഗ് MLA. അവിടെ CPM-ല് വലിയ പടലപ്പിണക്കമുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ലയാണ് കായംകുളം. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ വലിയ മുന്നേറ്റം നടത്തിയതാണ്. കായംകുളത്ത് 1-ാം സ്ഥാനത്തെത്തി. അതുകൊണ്ട് കായംകുളത്ത് ശോഭാ സുരേന്ദ്രനെ BJP ഇറക്കും എന്നറിയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ BJPക്ക് വിജയം ഉറപ്പിക്കാമെന്നുള്ള കണക്കുകൂട്ടലുമുണ്ട്. അത് വരുമ്പോൾ അരിത ബാബു അവിടെ രംഗത്തിറങ്ങും. CPM-ൽ നിന്ന് പ്രതിഭാഹരിയും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വനിതകൾ ഏറ്റുമുട്ടുന്ന അതിശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കുന്ന ഒരു മണ്ഡലമായിട്ട് കായംകുളം മാറും. കഴക്കൂട്ടത്ത് JS അഖിലിനെ ഇറക്കാനാണ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. 2021 JS അഖിലിൻ്റെ പേര് പറഞ്ഞിരുന്നതാണ്. ഒടുവിൽ ഡോക്ടർ SS ലാലിനെയാണ് അവിടെ ഇറക്കിയത്. അഖിൽ കഴക്കൂട്ടം സ്വദേശി തന്നെയാണ്. മണ്ഡലത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായ ഇടപെടൽ നടത്തുന്ന ഒരു യുവ നേതാവ് കൂടിയാണ് JS അഖില്. വർക്കലയിൽ MJ ആനന്ദിനെയുമാണ് ഇറക്കാൻ പാർട്ടി തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അപ്രഖ്യാപിതമായിട്ടാണെങ്കിലും ഇവരോടെല്ലാം തന്നെ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തിക്കൊള്ളാനായിട്ട് പാർട്ടി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ്സിൽ ഇനിയും യുവരക്തമായിരിക്കും. കടൽക്കിഴവന്മാർക്കെല്ലാം ഗുഡ് ബൈ പറയാം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് കോൺഗ്രസ്സിലെ ഒരു വലിയ ചരിത്ര സംഭവം തന്നെയാണ്.